നല്ല സിനിമ, നൈസായിരുന്നു, നല്ല മൂവിയായിരുന്നു. നല്ലൊരു സിനിമയാണ്, ഗംഭീര പടമാണ്. കോമഡി പടം അല്ലത്, ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട് നല്ല വർക്ക് ആയിട്ടുണ്ട്. കൊച്ചി ബേസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നല്ല പടം. തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു. സസ്പെൻസ് ഉണ്ടായിരുന്നു, ആക്ഷൻ ഉണ്ടായിരുന്നു. നന്നായിട്ടുണ്ട്. ത്രില്ലിംഗ് ആണ്. കൊച്ചി ബേസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സോങ്സ് ആണ്. മുബിനായാലും ഫസ്റ്റ് മൂവി ആയാലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ്, നൈസ് ആയിട്ടുണ്ട്. പാട്ട് സീനായാലും എല്ലാം കൊണ്ടും മുബിൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മൂവി ആയാലും അർജുൻ അശോകൻ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി ഉണ്ട്, സീരിയസ് ഉണ്ട്. നല്ല പടം. ത്രില്ലറാണ് പടം, ത്രില്ലറാണ്. ഭയങ്കര എൻഗേജിങ് ആണ്. നമുക്ക് എഡ്ജ് ഓഫ് ദ സീറ്റ് ഇരുന്ന് പടം കാണാം. നല്ല പടം. അങ്ങനെയൊന്നും തോന്നുന്നില്ല, നല്ല അടിപൊളി പടമാണ്. എല്ലാവർക്കും ധൈര്യമായിട്ട് ഒന്ന് ടിക്കറ്റ് എടുത്ത പൈസയ്ക്ക് സെറ്റാണ് പടം. ഒരുപാട് സന്തോഷം. എല്ലാം നല്ല വർക്കായിട്ടുണ്ട്. അവിടെ കുറച്ച് ചിരികളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണണം. എന്നാലും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. വാപ്സിനൊപ്പം നല്ല എക്സ്പീരിയൻസ്. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാൻ സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും കൂടെ കാണാൻ പറ്റിയിട്ട് ഒരുപാട് സന്തോഷം. അത്രയേ ഉള്ളൂ. പ്രേക്ഷകരോട് കണ്ടപ്പോൾ എന്താണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ്? കണ്ടിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ആൾക്കാരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് ഇതുവരെ അറിയില്ല. പക്ഷെ തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു. എൻജോയ് ചെയ്തു. ഞാൻ ആ പോർഷൻ ഒരുപാട് ഡബ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ചിരിച്ചതാണ്. അപ്പോൾ അതൊക്കെ തിയേറ്ററിൽ ഒരുപാട് വർക്ക് ആയതിൽ സന്തോഷം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ത് തീമാണ് കൊണ്ടുവരാൻ നോക്കിയിരിക്കുന്നത്? തീം എനിക്ക് തോന്നുന്നു മിക്സ്ഡ് ആയിരുന്നു. സസ്പെൻസ് ഉണ്ടായിരുന്നു, ആക്ഷൻ ഉണ്ടായിരുന്നു, കോമഡി ആയിരുന്നു. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇതിപ്പോ ഈ കാലഘട്ടം എന്ന് പറയുന്നത് നല്ല നല്ല സിനിമകൾ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഇതിലോട്ട് എത്തുമോ സിനിമ? അതിലോട്ട് എത്തുമെന്നറിയില്ല. എന്തായാലും ഫ്രണ്ട്സിൻ്റെ ഫാമിലീൻ്റെ ഒപ്പം പോയി കാണാൻ നല്ലതാണ്. മോളുടെ അഭിനയം എങ്ങനെയുണ്ട്? മോളെ അഭിനയം സൂപ്പറാണ്, നല്ല സിനിമ, സന്തോഷമായി. ഇതിപ്പോ എങ്ങനെയായിരിക്കും ആളുകളുടെ റെസ്പോൺസ് എന്ന്? ആളുകൾ പറയട്ടെ, കണ്ടിട്ട് ഓഡിയൻസ് പറയട്ടെ. ഇഷ്ടമായി, നല്ല സിനിമ. ആദ്യമായിട്ടാണ് ഞാൻ ആഷിക ഡയറക്ഷൻ അഭിനയിക്കുന്നത്. അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. തിയേറ്ററിൽ അതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷം. എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട്, അത് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ലോങ് റൺ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും, പിന്നെന്താ, 100 ദിവസം ഓടും. എല്ലാവരും വന്ന് ഈ പടം എന്താ പറയുക, നല്ലൊരു സിനിമയാണ്, ഗംഭീര പടമാണ്. കണ്ട് വിജയിപ്പിക്കുക. എന്താ പറയുക, 100 കോടി ക്ലബിൽ എത്തിക്കുക. മുബിൻ പുതുമുഖമാണ്. റാഫിക്കയുടെ മോനെ അഭിനയിച്ചിരിക്കുന്നത്. അവനൊരു പുതുമുഖമെന്ന് പറയില്ല. അത്രയ്ക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടർ ചെയ്ത പോലെ ചെയ്തിരിക്കുന്നത്. അർജുൻ അശോകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കണേ. ഒരു രക്ഷയില്ലാത്ത പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, അദ്ദേഹം ഒരു വലിയ നടനല്ലേ. എല്ലാവരുടെ അഭിപ്രായം എനിക്കറിയില്ല. എനിക്ക് ഒന്നുകൂടി കാണണം എന്ന് തോന്നുന്നുണ്ട്. കാരണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ നല്ല കോമഡി ഉണ്ട്. പിന്നെന്താ പറയുക, അടിപൊളി. ഞാൻ ലൊക്കേഷനിൽ കണ്ടിട്ടുള്ളതാണ് അവൻ്റെ ആക്ടിങ്. അപ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും പക്ഷേ സ്ക്രീനിൽ കണ്ടപ്പോൾ ഫുള്ളായിട്ട് അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയാ, നൈസായിരുന്നു, നല്ല മൂവിയായിരുന്നു. അർജുൻ അശോകൻ പൊളിയാണ്. എല്ലാവരും നൈസായിരുന്നു, നല്ല കോമഡി. പിന്നെ നന്നായിട്ടുള്ള ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ ഭയങ്കര നന്നായിട്ട് എടുത്തിട്ടുണ്ട് നാദിർഷിക്ക. അത് കുറച്ച് തല്ലുപിടിച്ച് മേടിച്ച ക്യാരക്ടറാണ്. എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് തോന്നി. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു, ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും പറഞ്ഞു. കുറച്ച് സ്ട്രഗിൾ ചെയ്ത് മേടിച്ച ക്യാരക്ടറാണ്. കുറേ കഷ്ടപ്പെടായിരുന്നു. ആദ്യമൊക്കെ ചെറിയ വേഷങ്ങൾ തന്ന് ഇപ്പോഴാണ് നല്ലൊരു പരിപാടി തന്നത്. താങ്ക് യു സോ മച്ച്. വൺസ് അപ്പോൺ എ ടൈം പടത്തിൻ്റെ പേര് കേട്ടപ്പോഴും പിന്നെ നാദിർഷ റാഫി കൂട്ടിയിട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കോമഡി പടമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ കോമഡി പടം അല്ലത്, ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട്, അതൊരു ഡ്രഗ് മാഫിയ കാര്യങ്ങളായിട്ട് ഈ കൊച്ചിയിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ രീതിയിലുള്ള പടം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് പോയപ്പോൾ ഇതിൽ കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്ലൈമാക്സിലായിപ്പോൾ റിയാസ് ഖാൻ്റെ ഒരു എൻട്രി ഉണ്ട്, ഒരു അടിച്ചു കയറി വരുന്നുണ്ട് പുള്ളിയൊക്കെ നല്ല രസമായിട്ട് കോമഡി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കൊള്ളാം, എന്തായാലും ഒരു തിയേറ്റർ വാച്ചബിളായിട്ട് തോന്നി. അത് നമ്മൾ ഒത്തിരി ചിരി ഉണ്ടല്ലോ, ഈ ചിരി ആ സിനിമ കണ്ട് കിട്ടിയതാണ്. അപ്പോൾ പിന്നെ നാദിർഷിക്കയുടെ പടങ്ങളൊക്കെ അറിയാലോ, അത്യാവശ്യം പാട്ടും കാര്യങ്ങളും
ഒരു എൻഗേജഡ് ആയിരിക്കും. ഈ പറഞ്ഞ 2015 മുതൽ അമരപ്രവന്തന് മുതൽ നമുക്കറിയാം ആളെങ്ങനെയാണ് അതിൻ്റെ പരിപാടി എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ആളെ ലിസ്റ്റിൽ വേറൊരു ഹിറ്റും കൂടിയും നമുക്ക് പ്രതീക്ഷിക്കുക. ജനങ്ങൾ സ്വീകരിക്കട്ടെ, പ്രൊഡ്യൂസർക്ക് നഷ്ടപ്പെടല്ലേ, ഇനിയും സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, പുതുമുഖ ആളാണെന്ന് ഫീൽ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഡയറക്ടർ ആയതുകൊണ്ടാണ്. ആൾ അത്യാവശ്യം നന്നായിട്ട് ഇപ്പോൾ ആളെ പാട്ടുകളൊക്കെ നമുക്കറിയാലോ, പഴയ കാസറ്റുള്ള കാലം മുതൽ ഓഡിയൻസിനെ അറിയാം. നാദൃശക അതെ 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 അധികം ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത്രയും പഴയ ആളായതുകൊണ്ട് ഒരു ഓഡിയൻസിന് ഏത് രീതിയിലാണ് നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നതെന്നുള്ള ഡയറക്ടർക്ക് അറിയുന്നതുകൊണ്ട് പുതിയൊരാളാണെന്ന് നമുക്ക് ഫീൽ ചെയ്യണില്ല. പിന്നെ ആക്ടിങ്ങും ആൾ കഴിവുള്ള ഒരാളാണ്, നമുക്ക് കണ്ടല്ലോ. നമുക്ക് ഒരിക്കലും ഇതൊരു പുതിയൊരാളാണെന്ന് ഫീൽ ചെയ്യണില്ല. ചില പടങ്ങളൊക്കെ പോകുമ്പോൾ അയ്യോ അത്രയും പെർഫോമൻസ് വേണ്ടായിരുന്നില്ല, അങ്ങനെ അതൊരു കറക്റ്റ് ബാലൻസ് ആയിട്ട് പിടിച്ചിരുന്നുണ്ട്. ആ ബാലൻസ് ആ സിനിമയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്.